കേരളത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളതും കേരളത്തിൻ്റെ റെയിൽവേ വികസന പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ശബരിപാത കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ പ്രതിഷേധിച്ച് ഈ പാത കടന്നു പോകുന്ന 4 പാർലമെൻറ്റ് നിയോജകമണ്ഡലമാണ്. ഒന്ന് എൻ്റെ ചാലക്കുടി നിയോജകമണ്ഡലം, മറ്റൊന്ന് ശ്രീ ഡീൻ പ്രദാനം ചെയ്യുന്ന ഇടുക്കി നിയോജകമണ്ഡലം, മറ്റൊന്ന് ശ്രീ ഫ്രാൻസിസ് ജോർജ് പ്രദാനം ചെയ്യുന്ന കോട്ടയം മണ്ഡലം, മറ്റൊന്ന് ശ്രീ ആൻഡോ ആൻ്റണി പ്രദാനം ചെയ്യുന്ന പത്തനംതിട്ട മണ്ഡലം. ഈ 4 നിയോജകമണ്ഡലത്തിലെയും എംപിമാർ ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വന്നത്. നമുക്കറിയാം, ഈ ശബരിപാതയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത് നഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അനാസ്ഥയും പിടിപ്പുകേടും പരസ്പരം കുറ്റാരോപണം നടത്തി രണ്ടു കൂട്ടർ ഒഴിഞ്ഞു മാറുകയാണ്. 1997-98 കാലഘട്ടത്തിലാണ് ഈ ശബരിപാതയുടെ പ്രപ്പോസൽ വന്നത്. അന്ന് വന്നതിന് ശേഷം ആ പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ പദ്ധതി വിഹിതം പങ്കുവെക്കണം എന്നതാണ് റെയിൽവേയുടെ നിയമവും അതുപോലെ തന്നെ നടപടിക്രമങ്ങളും. 2025 ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ശബരിപാതയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇതിൻ്റെ പകുതി പണം കൊടുക്കാമെന്ന് സമ്മതിച്ചു. അതനുസരിച്ച് പദ്ധതിയുടെ പകുതി പണം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് അന്നൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ 2865 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയത്. അതിൻ്റെ പകുതി പണം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പിന്നീട് ഗവൺമെൻറ് മാറി 2017 ശേഷം ഈ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ സമ്മർദ്ദമുണ്ടായപ്പോൾ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമങ്ങളും ഒരു കത്തും കൊടുക്കാത്തത് കൊണ്ട് 2019 ഈ പദ്ധതി മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. അന്ന് 2019 ഈ പദ്ധതി മരവിപ്പിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന UDF എംപിമാരും അതുപോലെ തന്നെ ഈ പദ്ധതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ജനങ്ങളുടെയും ജനകീയ പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ മരവിച്ച പദ്ധതി വീണ്ടും പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. അന്നൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ അത് 3800 കോടി രൂപയുടെ അടുത്ത എസ്റ്റിമേറ്റാണ്. 2021 ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി പദ്ധതിയുടെ പങ്കാളിത്തമുണ്ടാകും എന്ന് പറഞ്ഞ കത്ത് 2023 ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് വീണ്ടും ആ കത്ത് കേന്ദ്ര റെയിൽവേ ബോർഡിന് കൊടുക്കുന്നു. ഞങ്ങൾ ഇതിൻ്റെ പദ്ധതി വിഹിതം ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് പറഞ്ഞതല്ലാതെ 10 പൈസ കൊടുക്കാനോ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടാനോ തയ്യാറായിട്ടില്ല. പലപ്പോഴും ഇതിനെക്കുറിച്ച് റെയിൽവേ ഞങ്ങൾ എംപിമാർ ഇവിടെ നിൽക്കുന്ന ശ്രീ ആൻഡോ ആൻ്റണി, ഞാൻ, അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശ്രീ ഡീൻ കുര്യാക്കോസ് അടക്കം എല്ലാ പാർലമെൻറ്റ് സെഷനിലും ഈ ശബരി പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ആവശ്യം ഉന്നയിക്കും. ഇതിൻ്റെ എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിച്ചപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ പകുതി പണം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. സംസ്ഥാന ഗവൺമെൻറ് അന്ന് പറഞ്ഞത് ഞങ്ങൾ ഈ പണം കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഈ പാർലമെൻറ്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് എംപിമാരുടെ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ കാര്യം ആവർത്തിച്ചപ്പോൾ മുഖ്യമന്ത്രി അവിടെ വാക്കാൽ പറഞ്ഞത് ആ പദ്ധതി വിഹിതം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകും, അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഞങ്ങൾ അവതരിപ്പിച്ചപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ ചോദ്യത്തിൻ്റെ മറുപടിയിലും ഇന്ന് വരെ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞ പദ്ധതി വിഹിതം കൊടുത്തിട്ടില്ല. ഇപ്പോൾ വിചിത്രമായ ചില ആക്ഷേപങ്ങളാണ് വെക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്രം ഒളിച്ചോടുന്നു. ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ന്യായീകരിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഒളിച്ചോട്ടം നടത്തുന്നു, സംസ്ഥാന ഗവൺമെൻറ് ഒളിച്ച് കളി നടത്തുന്നു. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് എന്താ? ഞങ്ങൾ പറഞ്ഞത് എന്താ? ഈ പാത കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മറ്റൊരു നിർദ്ദേശം വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നും ഒരു എലിവേറ്റഡ് ഹൈവേ ശബരിമലയ്ക്ക് പോകാമെന്നുള്ളതാണ്. ഞങ്ങൾ എലിവേറ്റഡ് ഹൈവേക്ക് എതിരല്ല. പക്ഷേ അങ്കമാലി ശബരി പ്രോജക്റ്റിൻ്റെ പ്രയോജനം അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. ചെങ്ങന്നൂരിൽ നിന്ന് വരുന്ന എലിവേറ്റഡ് പാത കൊണ്ട് ആ ശബരിമല സീസണിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമലയിൽ പോകാനുള്ള സൗകര്യമെന്നതല്ലാതെ അങ്കമാലി മുതൽ ശബരി വരെയുള്ള ശബരിപാതയുടെ മെച്ചം അത് അയ്യപ്പന്മാർക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ കാർഷിക മേഖല, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയിട്ടുള്ള കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്കുള്ള ഏറ്റവും വലിയൊരു ഉണർവും ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ നടത്തുന്ന മറ്റ് റെയിൽവേ സർവീസിനേക്കാൾ കൂടുതൽ ലാഭകരമാകാൻ പോകുന്ന പാസഞ്ചേഴ്സിനെ കിട്ടാൻ പോകുന്ന ഒരു പാതയായതുകൊണ്ട് ഇത് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. നമുക്കറിയാം, ഇതിൻ്റെ 7 കിലോമീറ്റർ കഴിഞ്ഞു. 7 കിലോമീറ്റർ അങ്കമാലി മുതൽ കാലടി വരെയുള്ള 7 കിലോമീറ്റർ ഇതിൻ്റെ പാത നിർമ്മാണം കഴിഞ്ഞു. പെരിയാറിന് ക്രോസ് ആയിട്ടുള്ള ഒരു പാലം നിർമ്മിച്ചു. കാലടിയിൽ ഒരു പ്ലാറ്റ്ഫോം, ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു. അതിനുശേഷം ഈ പദ്ധതി മന്ദീഭവിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നു ഇത് 2 ഘട്ടമായിട്ട് നടത്താമെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ഘട്ടം അങ്കമാലി മുതൽ
അങ്ങ് തൊടുപുഴ വരെയുള്ള രാമപുരം വരെയും രാമപുരം തൊട്ട് എരുവേലി വരെയും അങ്ങനെ 2 ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പ്രപ്പോസൽ വന്നത്. ഗവൺമെൻറ് തയ്യാറാവേണ്ടത് ഞങ്ങൾ വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയോടും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനോടും പറയുന്നു, ഇതിൻ്റെ ഒരു ഘട്ടമെങ്കിലും നടപ്പാക്കണം. ഒരു ഘട്ടമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാലടി വരെ വന്ന് നിൽക്കുന്ന റെയിൽവേ പാത 70 കിലോമീറ്റർ ദൂരം ഇതിൻ്റെ സർവേ നടത്തി ഇതിൻ്റെ കല്ലിട്ട് പോയതാണ്. ഇത് 48 കിലോമീറ്റർ ഉള്ളൂ. അങ്കമാലി തൊട്ട് തൊടുപുഴ വരെ 48 കിലോമീറ്റർ ഉള്ളൂ. ഈ 48 കിലോമീറ്റർ അതിൻ്റെ ഫസ്റ്റ് ഘട്ടമായിട്ട് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചാൽ സ്വാഭാവികമായും പിന്നീട് ഈ പദ്ധതി നടപ്പാക്കേണ്ടി വരും. ആ 48 കിലോമീറ്റർ നടപ്പാക്കണമെങ്കിൽ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് പ്രകാരം 700-800 കോടി രൂപയുടെ അടുത്തേ വരുന്നുള്ളൂ. അതിൻ്റെ പകുതിയെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിക്കണം, പകുതി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിക്കണം. അപ്പോൾ 1000 കോടി ഉണ്ടെങ്കിൽ ഈ പദ്ധതി തുടക്കം കുറിക്കാൻ കഴിയും. ഇതൊന്നുമില്ലാതെ കേന്ദ്രം സംസ്ഥാനത്തെയും സംസ്ഥാനം കേന്ദ്രത്തെയും കുറ്റപ്പെടുത്തി ഒളിച്ചോട്ടം നടത്തി കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ വികസന പദ്ധതിയെ ഇല്ലാതാക്കാൻ നടത്തുന്ന ഈ ശ്രമത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എംപിമാരുടെ നേതൃത്വത്തിൽ വലിയ ജനകീയ പ്രക്ഷോഭണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സമരത്തിൻ്റെ രൂപവും സമരത്തിൻ്റെ സമയവും മറ്റു കാര്യങ്ങളുമൊക്കെ UDF-ഉം കോൺഗ്രസുമായി ഞങ്ങൾ നാട്ടിൽ ചെന്ന് ആലോചിച്ചതിന് ശേഷം ഏറ്റവും അടിയന്തരമായി ഇതിൻ്റെ പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കും. ഈ പാത നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏത് എക്സ്റ്റൻറ്റ് വരെ പോകാൻ ഞങ്ങൾ തയ്യാറാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ സാധ്യതാ പഠനമുണ്ട്. ഇതിൻ്റെ സാധ്യതാ പഠനം നടത്തി ഇത് ഏറ്റവും കൂടുതൽ ലാഭകരമാണെന്നും ഏറ്റവും കൂടുതൽ പ്രയോജനകരമാണെന്നും വന്നിരിക്കുന്നതാണ്. സാധ്യതാ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 70 കിലോമീറ്റർ കല്ലിട്ട് പോയിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവാദിത്തമില്ലേ? അശാസ്ത്രീയമായ അപ്രായോഗികമായ ജനവിരുദ്ധമായ പദ്ധതിയാണ് കേരയിൽ പദ്ധതി. ഈ കേരയിൽ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ച തുക ഇവർക്ക് അല്പമെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനുവേണ്ടി പ്രാഥമിക നടപടിക്ക് വേണ്ടി ചെലവഴിച്ച തുകയെങ്കിലും ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം പൂർത്തീകരിക്കാൻ വന്നു. അതുപോലും ചെയ്യാതെ അപ്രായോഗികമായ പദ്ധതിയുടെ പിന്നാലെ പോയി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കമുണ്ടാക്കി കേരളത്തിന് കിട്ടേണ്ട അർഹമായ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന പരാതിയാണ് ഞങ്ങൾക്കുള്ളത്. പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, പണം കൊടുക്കാമെന്ന് പറയുന്ന ഒരു ഇൻറ്റൻഷൻ, ഒരു കത്തെങ്കിലും കൊടുക്കണമല്ലോ. ആ കത്ത് പോലും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന ഗവൺമെൻറ്റിന് കുറ്റമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് സ്വാഭാവികമായും ഈ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കേന്ദ്ര ഗവൺമെൻറ് നടത്തേണ്ട നടപടികൾ പൂർത്തീകരിക്കണ്ടേ? സംസ്ഥാന ഗവൺമെൻറ് പണം കൊടുക്കേണ്ടത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 50% കൊടുക്കാമെന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ സമ്മതിക്കുകയും അതിനുശേഷം ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ കൊടുക്കാമെന്ന് പറയുകയും ചെയ്ത വാക്ക് പാലിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ കുറ്റങ്ങളിൽ ഒന്നാണത്, ഞാൻ സമ്മതിക്കുന്നു.